അപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള എന്നിവ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അത് ഒന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി മതിയേ. പൊടിച്ച് മുളകാണ് വേണ്ടത്. അതില്ലാത്ത സാഹചര്യത്തിൽ ചതച്ച മുളക് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പച്ചമുളക് ഇട്ട കാരണം നമുക്ക് അധികം മുളക് പൊടിയുടെ ആവശ്യമില്ല. ഒക്കെ അതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നമുക്ക് നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴന്ന് വരട്ടെ. നമുക്ക് തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരണം. ഉണക്ക ചെമ്മീനുണ്ട്, അത് ഇതിലേക്ക് ഇനി തട്ടി കൊടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചതാണേ. അതും കൂടി ഇതിൽ കിടന്ന് നന്നായി ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ. ഇനി നന്നായി ഒന്ന് ഡ്രൈ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരണം. വെന്ത് ആ സത്തൊക്കെ പിടിച്ച് വരണേ. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടു. ഇതിൽ വെള്ളം ഒഴിക്കുന്നത് എടുക്കാൻ മറന്നുപോയേ. ഇനി നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണം. വഴറ്റിയെടുത്താലും മതി, അപ്പോൾ കൂടുതൽ എണ്ണ വേണ്ടി വരും. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വെട്ടി തിളപ്പിച്ചെടുത്താൽ പറ്റിച്ചിങ്ങനെ എടുക്കണം, വറ്റിച്ചെടുക്കണം. ഇതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ചെമ്മീനിലത്തെ സത്തും നമ്മുടെ തക്കാളിയിലത്തെ സത്തൊക്കെ ഇറങ്ങി നല്ല സൂപ്പറായിട്ട് വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചധികം സമയം വേണം കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ. അപ്പോൾ എന്താ ഇനി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആയാലാണ് കൂടുതൽ വെന്ത് കുഴഞ്ഞ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ വറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റി കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയാവും. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീനോണ്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാവേ. നല്ല സ്മെല്ലും ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെ ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ.